ഹായ്. ഇന്ന് ഉച്ചയ്ക്ക് എന്താ കറി വയ്ക്കുന്നതെന്നുള്ള ഗവേഷണത്തിലായിരുന്നു കേട്ടോ. അപ്പം നമ്മളിന്ന് തക്കാളിയാണ് കേട്ടോ. തക്കാളിയും ഉണക്കയില 2 ഇരിക്കുന്നുണ്ടായിരുന്നു. തക്കാളിയും ഉണക്കയിലയും കൂടെ കറി വയ്ക്കാമെന്ന് ഓർത്ത് ഞാൻ. ഉണക്കയില വറുത്താലും അത് വൈകുന്നേരത്തേക്ക് കൂടെ കറി ഉണ്ടാവില്ല. എന്നാൽ പിന്നെ അത് കറിയാക്കിയേക്കാമെന്ന് വെച്ച് തക്കാളി അരിഞ്ഞിടുകയാണ് കേട്ടോ. നല്ല പഴുത്ത തക്കാളിയായിരുന്നു. സാമ്പാർ കഷ്ണത്തിൻ്റെ ഒക്കെ കൂടെ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ തക്കാളി അരിഞ്ഞിട്ടുണ്ട്. എളുപ്പത്തിലുള്ളതാണ്, ഒത്തിരി സമയമൊന്നും വേണ്ട. ഞാനിപ്പോൾ ചോറിനാറായിട്ടുണ്ട്, 12:45 കേട്ടോ. അപ്പോഴാണ് ഞാൻ ഇതാക്കുന്നത്. മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ഇട്ടു. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. തക്കാളി കൊണ്ട് കുറച്ച് വെള്ളം മതി, കാരണം പെട്ടെന്ന് വേവുമല്ലോ. ഉണക്കായില ഞാൻ ആ സമയം കൊണ്ട് നന്നാക്കി അതിനകത്തേക്ക് ഇടാം കേട്ടോ. ഉണക്കയില നന്നാക്കി എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുക. കാരണം ഇന്നും മീനൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. എന്നും മീൻ വാങ്ങിക്കലില്ല, ഇടയ്ക്കൊക്കെ വാങ്ങിക്കലുണ്ട്. ഇന്ന് മീനൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോഴാണ് ഉണക്കയിലിരിക്കുന്നത് ശ്രദ്ധിച്ചത്. വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഉപ്പാണെന്ന് പറഞ്ഞിട്ട് പൊന്നു കഴിക്കത്തില്ല. അപ്പോൾ ഇതാകുമ്പം എല്ലാവർക്കും എത്തുമല്ലോ. ചെമ്മീനിട്ട് വയ്ക്കാനാണെങ്കിലും തക്കാളി നല്ലതാണേ. ഞാനപ്പോൾ അത് ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. തേങ്ങ മാത്രമേ അരയ്ക്കണുള്ളൂ കേട്ടോ. തേങ്ങയും ചെറിയുള്ളി ഉണ്ടെങ്കിൽ അരയ്ക്കണത് നല്ലതാണ്. ഞാനിന്ന് മടിച്ചായി. ചെറിയുള്ളി നന്നാക്കിയതിരിക്കണ്ടായിരുന്നില്ല കേട്ടോ. അത് കാരണം തേങ്ങ മാത്രം അരച്ചു. അരച്ച് വന്നപ്പോഴത്തേക്ക് തക്കാളിയും മീനും വെന്തിട്ടുണ്ട് കേട്ടോ. അരപ്പ് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി ഒന്ന് തിളച്ച് മറിയണ്ട, ഒന്ന് പതഞ്ഞ് വന്നാൽ മതി. കാരണം ഒത്തിരി തിളച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പിരിഞ്ഞതുപോലെ ഇരിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ. പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം. 2 ഉണക്കയിലേ ഉണ്ടായിരുന്നുള്ളെങ്കിലും കറി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ കടുക് പൊട്ടിച്ചെടുക്കുക, വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ അതിനോട് തന്നെ ചെറിയൊരു തൊടുകറി പോലെ റോസ്റ്റ് എന്തെങ്കിലും വേണമല്ലോ എന്ന് ഓർത്ത് ഞാൻ വെണ്ടയ്ക്കയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വെണ്ടയ്ക്ക ഉള്ളിയൊന്നും ഇല്ലാതെ കുരുമുളക് ഇട്ടെടുക്കുന്നത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. കുരുമുളകും മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് വെറുതെ എടുക്കുന്നത് ഇഷ്ടമാണ്. അപ്പം ഞാൻ ഈ കറിയിലേക്ക് കടുക് താളിച്ചിട്ട് അതേ ചീനച്ചട്ടിയിൽ തന്നെയാണ് കേട്ടോ. എന്തിനാ ഒരുപാട് പാത്രങ്ങൾ നിരത്തുന്നതെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ കടുക് താളിച്ച് ഇട്ടു കേട്ടോ. വറ്റൽമുളകൊന്നും ഇടേണ്ട ആവശ്യമില്ല ഈ കറിക്ക്, കാരണം തക്കാളിയും ചെമ്മീനുമാണല്ലോ. ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് എല്ലാ കറിക്കൊന്നും ഉണക്കമുളക് ഇടുന്ന ഇഷ്ടമല്ല. അതേ ചീനച്ചട്ടി വെച്ച് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് കൂട്ട് വെണ്ടയ്ക്ക ഇട്ടു. വെണ്ടയ്ക്ക വട്ടത്തിൽ അരിഞ്ഞതാണ്, ഒത്തിരി ഞോളപ്പൊന്നും ഇല്ലാത്ത നല്ല വെണ്ടയ്ക്കായിരുന്നു കേട്ടോ, മൂത്ത് പോകാത്ത. കറിവേപ്പില ഇട്ടു. ഉള്ളിയൊന്നും ഇട്ടിട്ടില്ല, ഉള്ളി പച്ചമുളകൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കി ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇട്ടാൽ മതി. ഇത് പെട്ടെന്നുള്ള മോരുകറിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ. കുരുമുളക് ഇട്ടെടുക്കുന്നത്, മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി നമുക്ക് അടച്ച് വയ്ക്കാം. കുരുമുളക് ഇടുമ്പം മുളക് പൊടിയുടെ ആവശ്യം ഇല്ല, എന്നാലും ഒരു കളറിന് വേണ്ടി ഞാൻ ഇത്തിരി ഒരു പിരിയമുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അടച്ച് വയ്ക്കട്ടെ. പകുതി വേവാകുമ്പോഴേ കുരുമുളക് ഇട്ട് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ അടിയിൽ കത്ത് പിടിച്ചിരിക്കും. കാരണം വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, വേറെ സവോളയും ഉള്ളിയൊന്നും ചേർക്കണില്ലല്ലോ. അപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കളറിന് വേണ്ടി ഒരു ഇത്തിരി മുളക് പൊടി ഇടാം. കുറച്ചേ ഇടുന്നുള്ളൂ കേട്ടോ. പിരിയമുളക് പൊടിയാണ്. പിരിയമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടാം. അപ്പോൾ കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരുമ്പം വെണ്ടയ്ക്ക് തിന്നാൻ മടിയാണെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ പൊന്നുവിന് ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ പൊരിച്ചെടുക്കുക, മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ പൊരിച്ചെടുത്താലും ഇഷ്ടമാണ്. അപ്പോൾ കുരുമുളക് പൊടി ഇടാം. കടയിൽ നിന്ന് പൊടി വാങ്ങിച്ചതാണ് കേട്ടോ, അതുകൊണ്ട് അത്ര എരിവുണ്ടാവില്ല കുരുമുളക് പൊടിക്ക്. നമ്മൾ വീട്ടിൽ തന്നെ ചതച്ചെടുക്കുകയാണെങ്കിൽ അതായിരുന്നു ടേസ്റ്റ്. നമുക്ക് അതിനുള്ള സാഹചര്യം ഇല്ല. ആദ്യമൊക്കെ കുരുമുളക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ എടുക്കുന്നത് പൊന്നുവാണ്. പൊന്നു അപ്പോൾ പറയും, അമ്മേനെ ഞാൻ കാണിക്കുന്നില്ല, അമ്മ വെറുതെ ചിരിച്ച് കാണിക്കണ്ടാന്ന്. അമ്മയ്ക്ക് ഗ്ലാമർ ഇല്ല, അതുകൊണ്ട് അമ്മേനെ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ അതുകൊണ്ട് ദേഷ്യപ്പെട്ട് നോക്കിയതാണ് കേട്ടോ. വീഡിയോ എടുക്കാൻ ഞാൻ വേണം, എന്നെ കാണിക്കുന്നില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കറിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.